കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാത്തദം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ അപ്പോൾ 6-ാം ഭാഗം 1-ാം വോള്യത്തിൽ 6-ാം ഭാഗം ആണ് ഇതുവരെ കണ്ടത്. അതായത് ബ്രഹ്മ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഭഗവാൻ, ആ ബ്രഹ്മസമാജ അംഗങ്ങളെ എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ആ അവതാര ലക്ഷ്യത്തിനനുസരിച്ച് അവരുടെ ചിന്തയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നുള്ളതാണ്. അതിൻ്റെ അതായത് ഇപ്പോൾ അടുത്തത് 7-ാം ഭാഗം. 7-ാം ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് 5-ാം ഭാഗത്തിലെ നൗകായാത്രയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നൗകായാത്രയിൽ വിജയകൃഷ്ണ ഗോസ്വാമി അതിനകത്ത് സന്നിഹിതനായിരുന്നു എന്ന് മാത്രം. ഒരു കാര്യത്തിനും സംഭാഷണം ചെയ്യുക അങ്ങനെ അല്ലെങ്കിൽ ആ ഇതിൽ സജീവമായി ഇടപെടുന്നില്ല. അതിന് കാരണം നൗകായാത്രയുടെ സംഘാടകർ കേശവചന്ദ്രസേനും മറ്റുമായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ടായിരിക്കാം നൗകായാത്രയിൽ വിജയകൃഷ്ണ ഗോസ്വാമി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒന്നുമില്ല. അത് വളരെ സൈലൻ്റായിട്ടുള്ളൊരു മെമ്പറായിട്ട് അതിനകത്ത് ഇരിക്കുകയായിരുന്നു. എന്നാൽ ആ യാത്രയിലുടനീളം ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ മനസ്സിലുണ്ട്. വിജയകൃഷ്ണ സ്വാമിക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ചോദിക്കാൻ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല അവിടെ വെച്ച്. കാര്യം അതിന് പറ്റിയൊരു അനുകൂല സാഹചര്യമല്ല അദ്ദേഹത്തിന്. അപ്പോൾ മാത്രമല്ല വിജയകൃഷ്ണ ഗോസ്വാമി സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി മാറിയെങ്കിലും മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ഇതെന്ന് കാണാം. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ഉപദേശം തേടാനുള്ള ഒരു താല്പര്യം അന്നത്തെ ബോട്ട് യാത്രയുടെ ഭാഗമായി ഉണ്ടായെങ്കിലും അവിടെ വെച്ചത് പറഞ്ഞില്ലെങ്കിലും പിന്നീടത് ഭഗവാനെ കണ്ട് അത് വീണ്ടും ചോദിക്കാനും അതുമായി ഒരു ഡിസ്കഷൻ, തൻ്റെ ആ താല്പര്യങ്ങളെ അഭിപ്രായങ്ങളെക്കുറിച്ചൊരു ഭഗവാൻ എന്തു പറയുന്നു എന്നറിയാനുള്ള ഒരു താല്പര്യം കൊണ്ടാണ്
ഈ 7ാം വോള്യം അല്ല 7ാം ഭാഗം, നമ്മുടെ 1ാം വോള്യത്തിൽ 7ാം ഭാഗം ആരംഭിക്കുമ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമിയും ഗുരുദേവനും എന്നുള്ള ആ അധ്യായം, അതുകൊണ്ട് അതേ ടൈറ്റിലാണ് മാസ്റ്റർ മഹാശയൻ കൊടുത്തിരിക്കുന്നത്. ഗുരുദേവനും വിജയകൃഷ്ണ ഗോസ്വാമി എന്നുള്ള ടൈറ്റിലോട് കൂടിയാണ് ഈ ഒരു അധ്യായത്തിന്. ഇതിലെ 1ാം അധ്യായത്തിന് 1ാം അധ്യായം തന്നെ വളരെ ദീർഘമാണ്. ആ 1ാം അധ്യായം മുഴുവനും വിജയകൃഷ്ണ ഗോസ്വാമിയുമായിട്ടുള്ള സംഭാഷണമാണ്. അപ്പോൾ ഈ 1ാം അധ്യായത്തിനൊരു വളരെ പ്രത്യേകതയുള്ളത്, അത് ഗീത കടഞ്ഞെടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗീതയിൽ നിന്നുള്ള ആ ഗീതാർത്ഥങ്ങളെല്ലാം ഭഗവാൻ ഇതിനകത്ത് ഈ വിജയകൃഷ്ണ ഗോസ്വാമിയുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ കടന്നു വരുന്നതെല്ലാം ഭഗവത്ഗീതയുടെ ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഇതും ഇതിനകത്ത് ആ ഒരു പ്രാധാന്യം ഈ ഒരു അധ്യായത്തിനുണ്ട്. മറ്റൊന്ന്, വചനാമൃത യാത്ര തുടങ്ങിയ 1882 വർഷം എന്ന് നമുക്കറിയാം. വചനാമൃത ആരംഭിക്കുന്നത്, അതിൻ്റെ ആ ഡയറി കുറിപ്പുകൾ ആരംഭിക്കുന്നത്, മാസ്റ്റർ മഹാശയൻ്റെ ആ വരവോടുകൂടിയുള്ള ആ ഭാഗം ആരംഭിക്കുന്ന 1882. അത് ഈ ഒരു വർഷം, ആ വർഷം, ഒരു വർഷമല്ല, ആ ഒരു വർഷം 82 എന്നുള്ള ആ വർഷം പൂർത്തിയാവുന്നത് ഈ ഒരു അധ്യായത്തോടു കൂടിയാണ്, ഈ 1ാം അധ്യായത്തോടു കൂടിയാണ്. അപ്പോൾ കൃത്യം 1883 ഈ ഒരു അധ്യായം കഴിയുമ്പോൾ, ഈ ഒരു ഭാഗമല്ല, ഈ ഒരു അധ്യായം, അതിലെ 1ാം അധ്യായം കഴിയുമ്പോൾ 1883 ജാനുവരി 1 എന്നുള്ളതാണ് പിന്നെ തുടരുന്നത്. അപ്പോൾ 82ൻ്റെ അവസാനം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു അധ്യായത്തിനുണ്ട്. മാസ്റ്റർ മഹാശയൻ തൻ്റെ രചനയുടെ ആരംഭ ദിശയിൽ തന്നെ ബ്രഹ്മസമാജക്കാരുടെ ഒരു സമ്പൂർണമായ അവസ്ഥ, അതായത് അവരിൽ പ്രധാനികളായി വരുന്നവരുടെ ചോദ്യങ്ങൾ, സംഭാഷണങ്ങൾ, അവരുടെ രീതികൾ എന്നിവ കഴിഞ്ഞ നൗകാവിഹാരം എന്ന ഭാഗം മുതൽ ആരംഭിച്ചത്, അതായത് 1ാം വോള്യത്തിലെ 5, 6 ഭാഗങ്ങൾ മുഴുവനായി തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ 5, 6 ഭാഗങ്ങൾ സമ്പൂർണ്ണമായി നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസമാജത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മസമാജ അംഗങ്ങളുടെ ഒരു മാനസിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഏതാണ്ട് ഒരു അടിസ്ഥാന വിവരം നമുക്കതിൽ നിന്ന് പൂർണ്ണമായും ഈ 5, 6 ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 7ാം ഭാഗം എന്നത് നൗകാവിഹാരം എന്ന അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്കത് കണക്കാക്കാം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നൗകാവിഹാരം എന്ന അധ്യായത്തിൽ കേശവചന്ദ്രസേനും കൂട്ടരും ഒക്കെ ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളോട് അനുബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് 7ാം ഭാഗത്തിൽ കടന്നു വരുന്നത്. അതായത് വിജയകൃഷ്ണ ഗോസ്വാമി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. ഏകദേശം, അതായത് നൗകാവിഹാരം കഴിഞ്ഞ് ഏകദേശം 17 ദിവസത്തോളം മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളാണ് 7ാം ഭാഗത്തിൽ വിജയൻ ഭഗവാനുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 7ാം ഭാഗം ആരംഭിക്കുമ്പോൾ ദക്ഷിണേശ്വരത്ത് വിജയകൃഷ്ണ ഗോസ്വാമി വരുമ്പോൾ നൗകാവിഹാരം കഴിഞ്ഞിട്ട് ഏകദേശം 17 ദിവസമാകുന്നു. ആ 17 ദിവസം പൂർത്തിയാവുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഇപ്പം 7ാം ഭാഗം തുടങ്ങുന്ന ആ അധ്യായത്തിൽ മാസ്റ്റർ ആമുഖമായിട്ട് ആദ്യ പാരഗ്രാഫിൽ തന്നെ കാര്യങ്ങൾ, ആദ്യ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഏകദേശം മനസ്സിലാവും ഈ ഒരു അധ്യായം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ബ്രഹ്മസമാജത്തിനെ ഉപയോഗിച്ചാണ് ഭഗവാൻ തൻ്റെ അവതാര ദൗത്യത്തിനായുള്ള ആദ്യ ചുവട് വെക്കുന്നത്. അതിൽ 2 പ്രധാന വ്യക്തികൾ, കേശവചന്ദ്രസേനും വിജയകൃഷ്ണ ഗോസ്വാമി, ഇവരെ ഇടം വലം ഇരുത്തിയാണ് നൗകാവിഹാരത്തിന് ഭഗവാൻ സംസാരം ആരംഭിച്ചത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് നൗകാവിഹാരത്തിന് ശേഷം ഏകദേശം 17 ദിവസത്തോളം വിജയൻ്റെ മനസ്സ് വളരെയധികം കലുഷമായി തീർന്നിരിക്കുന്നു, വളരെ കലുഷമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മാസ്റ്റർ മഹാശയൻ ഇത് പ്രകടമാക്കിയിട്ടുണ്ട് ആ അധ്യായം തുടങ്ങുമ്പോൾ. അതായത് വിജയൻ എന്ന് പറയുമ്പോൾ അർജുനൻ്റെ മറ്റൊരു പേരാണ് വിജയൻ. അപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന അർജുനൻ്റെ മാനസികാവസ്ഥയിലാണ് മാസ്റ്റർ വിജയനെ അവതരിപ്പിക്കുന്നത് ഈ അധ്യായത്തിൽ. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് നിൽക്കുന്ന അർജുനൻ്റെ ആ ഒരു മാനസികാവസ്ഥയിലാണ് മാസ്റ്റർ മഹാശയൻ ഈ ഒരു അധ്യായം ആരംഭിക്കുമ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമിയെ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ബ്രഹ്മസമാജത്തിലെ തൻ്റെ നേതാവായിരുന്ന കേശവചന്ദ്രൻ സേനും മറ്റുള്ളവരും, പിന്നെ താൻ നിൽക്കുന്നത് സാധാരണ ബ്രഹ്മസമാജത്തോടൊപ്പം. ഇതിലേതാണ് ശരി എന്ന സന്ദേഹം വിജയന് വല്ലാതെ നിസ്സഹായനാക്കിയെന്നാണ് പറയുന്നത്. കാര്യം ഏതാണ് ശരിയെന്ന് വിജയന് മനസ്സിലാകുന്നില്ല. അതോ ഈ ബ്രഹ്മസമാജം മുഴുവൻ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. അതാണ് ബ്രഹ്മസമാജത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും അത് ശരിയാണോ എന്നുള്ള ഒരു സന്ദേഹം ഒരു വശത്ത്. അതിനേക്കാൾ കൂടുതൽ താൻ വിഘടിച്ച് മാറി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് പണ്ട് തന്നോടൊപ്പം താൻ വളരെ ആരാധനയോട് കണ്ടിരുന്ന കേശവചന്ദ്രസേനും മറ്റും മറുവശത്ത്, അല്ലാത്ത എല്ലാവരും കൂടെ ഈ വശത്ത്. അപ്പം ഇത്തരം ഒരു വിഭാഗീയമായ അവസ്ഥയിൽ ആധ്യാത്മികമായ ഒരു ചുറ്റുപാടിനെ വിജയകൃഷ്ണ ഗോസ്വാമിയെ പോലുള്ള ഒരാളുടെ മനസ്സിനെ വല്ലാതെ ഇട്ട് വലയ്ക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പം അതാണ് ഈ ഒരധ്യായത്തിൽ വിജയകൃഷ്ണ ഗോസ്വാമിയെ അവതരിപ്പിക്കുമ്പോൾ മാസ്റ്റർ മഹാശയൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ശനി ഞായർ പോലുള്ള ദിവസങ്ങൾ ഒഴിവാക്കി വിജയൻ ഇത്തവണ വ്യാഴാഴ്ചയാണ് ദക്ഷിണേശ്വരത്ത് വന്നത്. അതാ അധ്യായം 7-ാം ഭാഗം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ 1882 ഡിസംബർ 14 എന്നുള്ളൊരു അധ്യായം നമുക്ക് എന്നാണ് ആ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിജയൻ ഈ ദിവസം, അതായത് ശനി ഞായറും ആകുമ്പോൾ അവിടെ വലിയ തിരക്കാണ്, പല പല ആൾക്കാർ വരും. അപ്പോൾ അതിനിടയിൽ ഈ സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിജയൻ അറിയാം. അതുകൊണ്ടാണ് അല്ലാത്തൊരു ദിവസം തിരഞ്ഞെടുത്ത് വ്യാഴാഴ്ച വന്നത്. അങ്ങനെയാണെങ്കിൽ വിജയൻ ഒറ്റയ്ക്ക് വന്നാൽ പോരെ? കാരണം വിജയൻ്റെ മനസ്സിൽ ഇത്രയും ചോദ്യങ്ങൾ, ആ അധ്യായം തുടങ്ങുമ്പോൾ നമുക്കറിയാം ആ അധ്യായം മുഴുവൻ വിജയൻ്റെ ചോദ്യങ്ങളാണ്, വിജയൻ്റെ സംശയങ്ങളാണ്. മാസ്റ്റർ മഹാശയൻ വിജയനെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. വിജയൻ്റെ അവസ്ഥ സമ്പൂർണ്ണമായിട്ട് മാസ്റ്റർ മഹാശയൻ ചിത്രീകരിക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള വിജയൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റയ്ക്കാണല്ലോ വരേണ്ടത്. കാര്യം ഒറ്റയ്ക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ വിജയൻ വന്നിരിക്കുന്നത് ബ്രഹ്മസമാജത്തിൻ്റെ 3-4 ബ്രഹ്മഭക്തന്മാരെയും കൂടെ ചേർത്തിട്ടാണ്. അതാണ് അതിനകത്തെ പ്രത്യേകത. 3-4 ഭക്തന്മാരെയും കൂടെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ വന്നിരിക്കുന്നത് ബൽറാം ബോസിൻ്റെ കൂടെ അദ്ദേഹം അറേഞ്ച് ചെയ്ത വഞ്ചിയിലാണ് വന്നത്. അത് പിന്നെ വരാനുള്ള സൗകര്യത്തിന് ബൽറാം ബോസിൻ്റെ കൂടെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അങ്ങനെ വിജയൻ വരുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ വരുമ്പോൾ, ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ബൽറാം ബോസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ. കാര്യം വിജയൻ അങ്ങനെ വരാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ തവണയൊക്കെ നമ്മളത് പറഞ്ഞു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് ആ വള്ളക്കൂലി വരെ ഭഗവാൻ കൊടുക്കുകയാണ്. വരുമ്പോൾ വിജയൻ വരുന്നതിന് വള്ളക്കൂലി ഉൾപ്പെടെ ഭഗവാനാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് വിജയൻ വരുന്നത്. പക്ഷെ വിജയൻ ഈ ബ്രഹ്മസമാജത്തിലെ 3-4 പേരെയും കൂടെ കൂട്ടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ വ്യക്തിപരമായ ഒരു സന്ദർശനമല്ല വിജയൻ ആഗ്രഹിച്ചത്. തികച്ചും സ്വകാര്യമായ വ്യക്തിപരമായ ഒരു സന്ദർശനമല്ല വിജയൻ ആഗ്രഹിച്ചതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ തൻ്റെ മനോനിലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ന്യായീകരണമുണ്ടെങ്കിൽ ബ്രഹ്മസമാജത്തിലെ ചിലരെങ്കിലും അതിന് സാക്ഷിയാവണമെന്ന് വിജയന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ബ്രഹ്മസമാജത്തിൻ്റെ അവസ്ഥ അതാണ്. പ്രത്യേകിച്ച് ശിവനാഥ ശാസ്ത്രികളൊന്നും ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് പോലും നിർത്തിവെച്ചു. കാര്യം വെച്ചാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ആ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ ഒരാചാര്യൻ കൂടിയാണ് വിജയൻ.
സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ ആചാര്യൻ കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. പ്രധാനപ്പെട്ട പലരും സാധാരണ ബ്രഹ്മസമാജത്തിലെ ആൾക്കാർ വരുന്നില്ല, അവർ മനഃപൂർവ്വം മാറി നിൽക്കുന്നു. അപ്പം ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ അതിനൊരു സാക്ഷികൾ ഉണ്ടാവണം. തൻ്റെ സംഭാഷണങ്ങൾക്കും താൻ എന്താണ് ഭഗവാനുമായിട്ട് പങ്കുവെക്കുന്നത് എന്നുള്ളതിന് സത്യസന്ധമായി ഉള്ള ഒരവസ്ഥയെക്കുറിച്ച് ബോധ്യം ബ്രഹ്മസമാജത്തിലുള്ളവർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വിജയൻ ഒരു 3-4 പേരെയും കൂട്ടിയാണ് വന്നത്. അങ്ങനെ വിജയൻ ആ വന്ന സന്ദർഭത്തിൽ ഭഗവാനുമായി ഏകാന്തത്തിൽ സംസാരിക്കണമെന്നാഗ്രഹിക്കുന്നവർ സാധാരണ ഈ ശനി ഞായർ വരും. അപ്പോൾ വിജയൻ ഈ ഒരു സന്ദർഭം തിരഞ്ഞെടുത്തതുപോലും ശനി ഞായർ ഒഴിവാക്കും. ഭഗവാനുമായിട്ട് ഏകാന്തത്തിൽ സംഭാഷണം നടത്തണം എന്നുള്ളവരൊക്കെ ശനി ഞായർ ഒഴിവാക്കും. അതുകൊണ്ടാണ് വിജയകൃഷ്ണ ഗോസ്വാമി വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുകയും കൂടെ 2-3 പേരെ കൂട്ടുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള സൂചന തുടക്കത്തിൽ തന്നെ മാസ്റ്റർ പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, വിജയൻ ആചാര്യനായതിനാൽ ബ്രഹ്മസമാജത്തിൻ്റെ വേദിയിലിരുന്ന് ഉപദേശം നൽകേണ്ട ആളാണ്. വിജയൻ ആചാര്യ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ബ്രഹ്മസമാജത്തിൻ്റെ വേദിയിലിരുന്ന് ഉപദേശം നൽകേണ്ട ആളാണ്. അപ്പം ഇപ്പോൾ സമാജവുമായി അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളുണ്ട് വിജയന്. ആചാര്യനായിരിക്കുന്ന ആൾക്ക് തന്നെ ബ്രഹ്മസമാജത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങളോട് അഭിപ്രായ ഭിന്നത ഇപ്പോഴും വിജയൻ വച്ചു പുലർത്തുന്നുണ്ട്. പക്ഷേ വിജയൻ ശമ്പളക്കാരനാണ്. അതാണ് ഒരു വ്യത്യാസം. ആചാര്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നേതൃത്വ നിലയിലുള്ള ആളെന്ന അർത്ഥത്തിലല്ല. അപ്പോൾ അവിടുത്തെ ആ ആചാര്യ പദവി ശമ്പളത്തിന് നിൽക്കുന്ന ആളാണ്. ആ ജോലി സ്വീകരിച്ചു പോയി. അതാണ് വിജയന് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ആ ജോലി സ്വീകരിച്ചു പോയതാണ്. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും യോജിപ്പില്ലാത്ത വിജയൻ ആചാര്യനായി നിൽക്കാൻ കാരണം, ആ ശമ്പളം കൈപ്പറ്റാൻ കാരണം മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ് ആ ജോലി സ്വീകരിച്ചു പോയത്. അപ്പം പിന്നെ ഇനി എന്താണ് ചെയ്യുക എന്നുള്ളൊരു വലിയ പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം മാസ്റ്റർ മഹാശയൻ തന്നെ ആ ഭാഗം വളരെ വളരെ വിശദമായിട്ടത് പറയുന്നുണ്ട്. കാര്യം അതിനകത്ത് ഈ നമ്മുടെ ആ 7-ാം ഭാഗം ഗുരുദേവനും വിജയഗോസ്വാമി എന്നുള്ള അധ്യായത്തിൽ ആ 138-ാം പേജ്, അതിൻ്റെ 2-ാം പേജ്, അധ്യായം തുടങ്ങി 2-ാം പേജിൽ അതിൽ പറയുന്നുണ്ട്, പല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ട്, എങ്കിലും ജോലി സ്വീകരിച്ചു പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സ്വതന്ത്രമായ സംഗതികൾ പറയാനോ കാര്യങ്ങൾ ചെയ്യാനോ നിവൃത്തിയില്ല. അതാണ് ബ്രഹ്മസമാജത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ. അവിടെ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കുക അല്ലെങ്കിൽ സ്വതന്ത്രമായൊരു അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. വിജയൻ വളരെ പവിത്രമായൊരു വംശത്തിൽ, അതായത് അദ്വൈത ഗോസ്വാമിയുടെ വംശത്തിൽ ജനിച്ച ആളാണ്. അപ്പം അങ്ങനൊരു ജന്മനാൽ തന്നെ ഒരു പാരമ്പര്യ ഗുണമുള്ള ആളാണ് വിജയകൃഷ്ണ ഗോസ്വാമി. അദ്വൈത ഗോസ്വാമി ഒരു ജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ആണ് വിജയനും ജനിച്ചത്. അപ്പോൾ അദ്വൈത ഗോസ്വാമി ഒരു ജ്ഞാനിയായിരുന്നു. നിരാകാര പരബ്രഹ്മത്തെ ധ്യാനിച്ചു പോന്ന ആളായിരുന്നു. ഭക്തിയുടെ പരകാഷ്ഠയും കണ്ടെത്തിയിട്ടുള്ള ഒരാൾ. അപ്പം അങ്ങനെ അത്രയും ഒരു പാരമ്പര്യം വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു ആധ്യാത്മിക പാരമ്പര്യമാണെന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ശ്രീ ചൈതന്യദേവൻ്റെ ഒരു പ്രധാന പാർഷദനുമായിരുന്നു. ആര്? നമ്മുടെ അദ്വൈത ഗോസ്വാമി. അതേ വിജയൻ്റെ പൂർവികനായ അദ്വൈത ഗോസ്വാമി. അദ്ദേഹം ചൈതന്യ മഹാദേവൻ്റെ ഒരു പ്രധാന പാർഷദനായിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് 300 വർഷം മുമ്പുള്ളതാണ് ഈ പാരമ്പര്യം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ചൈതന്യദേവൻ്റെ പാർഷദനാകുന്നത്. 1500-600കളിലാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതകാലം. ഇതിപ്പോൾ 1800-ൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് പോലും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്ത് പോലും ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദനായിരുന്നു വിജയകൃഷ്ണ ഗോസ്വാമിയുടെ മുതുമുത്തച്ഛന്മാരായിരുന്ന അദ്വൈത ഗോസ്വാമി. അപ്പോൾ ഈ ഹരിപ്രേമത്താൽ മത്തനായി നൃത്തം ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. നൃത്തം വെച്ച് ഉടുതുണി അഴിഞ്ഞു പോയാലും അറിയാത്ത വിധം ആത്മവിസ്മൃതിയിലാണ്ടിരുന്നു ഈ
പൂർവികനായ ആ വ്യക്തിയെക്കുറിച്ച്, അദ്വൈത ഗോസ്വാമിയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നിരാകാര ബ്രഹ്മത്തെ ധ്യാനിച്ചു പോന്ന ആ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമ കൂടിയാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ശൈലിയും ഇതിനകത്ത് നമുക്ക് സമാനതകൾ കാണാം. കാര്യം ഇങ്ങനെ ധ്യാനിക്കുകയും നൃത്തം ചെയ്യുകയും ഉടുതുണി അഴിഞ്ഞു പോയാൽ പോലും അറിയാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ശ്രീരാമകൃഷ്ണദേവൻ്റെ പല ധ്യാന രംഗങ്ങളിലും അല്ലെങ്കിൽ നൃത്തം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിജയൻ അതറിയാം. അപ്പോൾ വിജയൻ്റെ മുതുമുത്തച്ഛന്മാരുടെ അതേ ഒരു രീതിയാണ് വിജയൻ ഇവിടെ കാണുന്നത് ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ. എന്നിട്ടോ ബ്രഹ്മസമാജാംഗമായ വിജയനും നിരാകാര പരബ്രഹ്മത്തെ ധ്യാനിച്ചിരുന്നു. എന്നാൽ മഹാഭക്തനായ പൂർവികൻ അദ്വൈത ഗോസ്വാമിയുടെ രക്തം സ്വധമനികളിൽ പ്രവഹിക്കുന്നുമുണ്ട്. തന്നിൽ കുടികൊണ്ടിരിക്കുന്ന ഹരിപ്രേമത്തിൻ്റെ അങ്കുരം പുറത്തെത്താൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയധികം പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നം ഇയാളുടെ പരമ്പരാഗതമായി ഉള്ള ഹരിപ്രേമം അതങ്ങനെ ആ രക്തത്തിൽ ആ ധമനികളിൽ പ്രവഹിക്കുന്നുണ്ട് ഇപ്പോഴും. അത് പുറത്തെത്താൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് മാസ്റ്റർ മഹാശയൻ. അതിനുള്ള കാലം കാത്തിരിക്കുകയായിരുന്നു എന്ന് മാത്രം. അതിനാൽ അദ്ദേഹം ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ്റെ തുള്ളിച്ചാടുന്ന മാദകാവസ്ഥ കണ്ടപ്പോൾ മുഗ്ധനായി തീർന്നു. അപ്പോൾ തൻ്റെ പൂർവികരുടെ ആ ഒരു സാഹചര്യത്തെ കേട്ടറിഞ്ഞോ അല്ലെങ്കിൽ ആ തരത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള വിജയൻ ഭഗവാന്റെ അവസ്ഥ കാണുമ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുകയാണ്. മാത്രമല്ല ഇതിൽ വളരെയധികം ഈ ഭഗവാന്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ഭഗവാൻ ആ സമാധി അവസ്ഥയെല്ലാം കാണുമ്പോൾ വിജയൻ്റെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നതാണ് എന്നാണ് മാസ്റ്റർ മഹാശയൻ പറയുന്നത്. എന്നിട്ടോ മന്ത്രമുഗ്ധമായ സർപ്പം ഏതുവിധം മാന്ത്രികൻ്റെ സമീപം വർത്തിക്കുന്നുവോ അതുപോലെ പരമഹംസദേവൻ്റെ ശ്രീമുഖ നിസ്സൃതമായ ഭാഗവതം ശ്രവണം ചെയ്ത് മോഹിതനായി വിജയൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇരുന്നു പോയി. ശ്രീരാമകൃഷ്ണൻ ഹരിപ്രേമം കൊണ്ട് ബാലകനെപ്പോലെ നൃത്തം വയ്ക്കുമ്പോൾ വിജയനും അദ്ദേഹത്തോടൊപ്പം നടനം ചെയ്യാറുണ്ട്. ഇതാണ് മാസ്റ്റർ മഹാശയൻ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വിജയൻ കാണാൻ വന്ന ഭാഗത്ത് ഒരു ആമുഖമായി പറഞ്ഞു വച്ചത്. അപ്പോൾ ഇത് വായിക്കുന്ന നമുക്ക് വിജയനെ പൂർണ്ണമായിട്ടും മനസ്സിലാവും. വിജയൻ എന്താണ് എന്ന് പൂർണ്ണമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, വിജയനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. അതാണ് ഇങ്ങനെയുള്ള ഈ അധ്യായം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെ വായനക്കാർക്ക് ബോധ്യമാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് താൻ ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് എന്ന് മാസ്റ്റർ മഹാശയൻ മുൻകൂട്ടി നമ്മെ ആ അധ്യായം പാരായണം ചെയ്യുന്ന നമ്മെ ബോധ്യപ്പെടുത്താനൊരു ശ്രമിക്കുന്നുണ്ട് ആ അധ്യായം തുടങ്ങുമ്പോൾ. അതിങ്ങനെയാണ്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 20-ാം ശ്ലോകമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ വിജയകൃഷ്ണ ഗോസ്വാമിയും ഗുരുദേവനും എന്നുള്ള ആ അധ്യായം ആരംഭിക്കുമ്പോൾ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം സാഖ്യയോഗം അതിലെ വളരെ സുപ്രധാനമായ 20-ാം ശ്ലോകമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ന ജായതേ മ്രിയതേവ കഥാചിൻ നായം ഭൂത്വാ ഭവിതാ വാന ഭൂയഃ അജോ നിത്യം ശാശ്വതോയം പുരാണോ സഹന്യത്തെ ഹന്യമാനേ ശരീരേ. അത് ഈ 20-ാം ശ്ലോകം. ഇതാണ് തുടക്കത്തിൽ മാസ്റ്റർ മഹാശയൻ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഭഗവത്ഗീത സാഖ്യയോഗം 20-ാം ശ്ലോകം ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു അനുഷ്ഠിപ്പും തുഷ്ടിപ്പ് 2 വൃത്തത്തിലാണ് ഭഗവത്ഗീത ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഭഗവത്ഗീതയുടെ ഭൂരിഭാഗം വരുന്ന വൃത്തത്തിലല്ല, തുഷ്ടിപ്പ് വൃത്തത്തിലാണ് ഈ ശ്ലോകം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഈണത്തിനും വ്യത്യാസമുണ്ട്. അതായിരുന്നു ഞാൻ നോക്കിയത്. നജായതേ മ്രിയതേ വാ കഥാചിൻ. വളരെ മനോഹരമായ ഈ തുഷ്ടിപ്പ് വൃത്തം വളരെ രസകരമാണ് വായിക്കാൻ.
ന ജായതേ മ്രിയതേ വാ കദാചിൻ നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയാഃ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. വളരെ അതിസുന്ദരമാണ് ആ തുഷ്ടിപ്പ് വൃത്തത്തിൽ വരുന്ന ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും. കുറേ ശ്ലോകങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പല അധ്യായങ്ങളിൽ. അപ്പോൾ അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ്. അതെന്തുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ആ ശ്ലോകം അവിടെ ചേർത്തത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായും ആ പഠനങ്ങളിൽ രംഗനാഥൻ സ്വാമിയാണ് നല്ല രീതിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാവാതിരിക്കുന്നതുമില്ല, ഉണ്ടായിട്ട് പിന്നെ അത് ഉണ്ടാവാതിരിക്കുന്നതുമില്ല. ഈ ആത്മാവ് ഇനി ജനിക്കാത്തവനും നിത്യനും ശാശ്വതനുമാണ്. ഇതാണ് ആ ശ്ലോകത്തിൻ്റെ പൊതുവർത്ഥം. അപ്പോൾ അർജുനൻ്റെ അവസ്ഥ പരിതാപകരമായ ഒന്നായപ്പോഴാണ് ഭഗവാൻ ഈ ഉപദേശം നൽകിയത്. അർജുനൻ വളരെ പരിതാപകരമായ അവസ്ഥയിൽ, ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അർജുനൻ ചെന്ന് നിൽക്കുന്നത്. ഈ പരിതാപകരമായ അവസ്ഥയിൽ തളർന്നിരിക്കുമ്പോഴാണ് ഭഗവാൻ തൻ്റെ ഈ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ ഇത് പറയുന്നത് അർജുനൻ്റെ പരിതാപകരമായ അവസ്ഥ മാറ്റാനായിട്ട്. ഇവിടെ ഏകദേശം അതാണ് ആ സൂചിപ്പിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ അവസ്ഥയും ഈ ഗീതയിൽ അർജുനൻ്റെ അവസ്ഥയും ഏതാണ്ട് സമാനമാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശ്ലോകം എടുത്തത്. അപ്പോൾ അവനവനെ എങ്ങനെ വിലയിരുത്തണം എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഇത് ശ്രീരാമകൃഷ്ണദേവനല്ല, അർജുനനോട് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നതിൻ്റെ ഭാഗമാണ്. അവനവനെ എങ്ങനെ വിലയിരുത്തണം എന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അപ്പം വിഷാദപൂർണമായ മനസ്സുകൊണ്ട് അങ്ങനെ സ്വയം വിലയിരുത്താൻ പറ്റില്ല. അതായത് വിവേചന ബുദ്ധി നഷ്ടപ്പെടും. ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുമ്പോൾ അതിൻ്റെ കാരണമായി പറയുന്നത് അവനവനെ എങ്ങനെ വിലയിരുത്തണം എന്ന് സ്വയം വിലയിരുത്തേണ്ടതെങ്ങനെ എന്നാണ് പറയുന്നത്. ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്ന അങ്ങനെ, നീ എങ്ങനെയാണ് നിന്നെ വിലയിരുത്തേണ്ടത്, അങ്ങനെ നീ നിന്നെ വിലയിരുത്തുമ്പോൾ എന്താണ് നീ ആ സാഹചര്യം എങ്ങനെ ആയിരിക്കണം എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. കാര്യം വിഷാദപൂർണമായ ഒരു മനസ്സുള്ളപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ സ്വയം വിലയിരുത്താൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിവേചന ബുദ്ധി നഷ്ടപ്പെടും ആ സമയത്ത്. അപ്പോൾ അർജുനൻ്റെ വിവേചന ബുദ്ധി നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണെന്ന് ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ പറയുകയാണ്. ഇപ്പം ഇവിടെയാണ് രംഗനാഥൻ സ്വാമി ഇതിന് നൽകുന്നൊരു വിശദീകരണം. മനോഹരമാണ്. ഗീതയ്ക്ക് രംഗനാഥൻ സ്വാമി നൽകിയ വിശദീകരണം വായിക്കുമ്പോൾ അറിയാം. അതിൽ ഈ ഭാഗം നല്ല മനോഹരമായിട്ട് സ്വാമി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ജീവിത യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ എളുപ്പമാണ്. ഇത് രംഗനാഥൻ സ്വാമി ഈ ഭാഗത്തെ വിവരിക്കുകയാണ്. ജീവിത യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ വളരെ എളുപ്പമാണ്. അതിന് പല വാദങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. ഈ ഒളിച്ചോട്ടത്തിന് അതിനെ സാധൂകരിക്കാൻ നമ്മൾ പല വാദങ്ങളും മുന്നോട്ട് വെക്കാൻ നമുക്ക് എളുപ്പമാണ്. അതാണ് തുടക്കത്തിൽ അർജുനൻ ഇവിടെ ചെയ്തത്. ഈ ഒളിച്ചോട്ടമായിരുന്നു അതിനുവേണ്ടി അർജുനൻ ആ ന്യായീകരണങ്ങൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. അപ്പം വീട്ടിൽ പ്രശ്നമുണ്ടായാൽ, രംഗനാഥ സ്വാമി അതാണ് അതിനെ കുറച്ചുകൂടെ ലഘൂകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പം വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ കാശിയിലേക്ക് ഒളിച്ചോടുന്ന പോലെയാണത്. വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ഉടൻ കാശിയിലേക്ക് ഒളിച്ചോടുക. ഈ ഒളിച്ചോട്ടത്തെ ത്യാഗപൂർണമായ ജീവിതം എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കും പിന്നീട്. ഈ വീട്ടിലെ ജീവിത പ്രശ്നത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ഒളിച്ചോടിയവൻ കാശിയിൽ ചെന്ന് ഭജനമിരിക്കുമ്പോൾ ആളുകൾ പറയും, ഓഹ് എത്ര ത്യാഗപൂർണമായ ജീവിതം എന്ന് ആളുകൾ പറയും. ഇത് ലോകമാണ് പറയുന്നത് അങ്ങനെ. എന്നാൽ ഇവിടെ ഈ ഒരു അധ്യായത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്ത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമെടുത്ത് പറയുമ്പോൾ രംഗനാഥസ്വാമി ഇത് പറയുമ്പോൾ അതിൽ സൂചന വരുന്നത് മാസ്റ്റർ ഇത് ചെയ്ത ആളാണ്. മാസ്റ്റർ മഹാശയൻ ഈ വഴിക്ക് ഓടിയ ആളാണ്. അതാണ് ഇതിൻ്റെ സൂചനയുടെ ഒരു രസകരം. അതാണ് മാസ്റ്റർ ഇത് തന്നെ എടുത്ത് വെച്ചത്.
സ്വന്തം അവസ്ഥയെയാണ് മാസ്റ്റർ ഗീതയുടെ ആ കൃത്യമായ ശ്ലോകം അവിടെ പ്രതിഷ്ഠിക്കാൻ. അതാണ് പറഞ്ഞത്, ഈ വചനാമൃതത്തിൽ ഭഗവാൻ ഓരോ ഭാഗത്തും മാസ്റ്റർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ ഗീതാ ശ്ലോകങ്ങളുണ്ട്. അത് സ്വയം ബോധത്തിൽ നിന്നുണ്ടായതാണ് ആ കോട്ടിങ്സ് വരാനുള്ള കാരണമായിട്ട് വരുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പം ഇവിടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ മാസ്റ്റർ മഹാശയൻ ഈ സമാന അവസ്ഥയിലായിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? ഇതിനെ ത്യാഗപൂർണമെന്ന് വിശേഷിപ്പിക്കില്ല ഭഗവാൻ. ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാശിയിലോ മറ്റോ പോയി ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ ശ്രീകൃഷ്ണൻ ഒരിക്കലും ത്യാഗപൂർണമെന്ന് വിശേഷിപ്പിക്കില്ല. ഭീരുത്വം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിന് ഭീരുത്വം എന്നാണ് പേടി, അല്ലാതെ ഇതല്ല, ത്യാഗപൂർണമല്ല. ഇത് ഭീരുത്വമാണ് ഈ ഒളിച്ചോട്ടം. കർത്തവ്യം ചെയ്യാതെ ഒളിച്ചോടുന്നു എന്നാണ് പറയുക. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ സാഹചര്യങ്ങളെ വിവരിച്ചുകൊണ്ട് മാസ്റ്റർ മഹാശയൻ ഉടൻ തന്നെ ഇതിന് ഉപോദ്ബലമായിട്ടൊരു മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഏതാണ്? ഈ ഒളിച്ചോട്ടം എന്ന പരാമർശത്തെ വിശദമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ മഹാശയൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈ ഒളിച്ചോട്ടത്തെക്കുറിച്ച് പറയുന്നിടത്താണ്. ആ അധ്യായത്തിൽ തന്നെ കുറച്ച് ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ദഹയിലുള്ള ഒരു പയ്യൻ ക്ഷൗരക്കത്തി കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്ത സംഭവമാണ്. തുടർന്ന് മാസ്റ്റർ മഹാശയൻ ഈ ഒരു ഭാഗം കഴിഞ്ഞ ഉടൻ തന്നെ മാസ്റ്റർ മഹാശയൻ ഈ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ മാസ്റ്റർ മഹാശയൻ പിന്നെ എഴുതി വച്ചിരിക്കുന്നത് ആര്യദഹയിലുള്ള ഒരു പയ്യൻ ക്ഷൗരക്കത്തി കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്ത സംഭവമാണ്. അതാണ് ഉടനെ എഴുതിയിരിക്കുന്നത്. അതായത് വിഷ്ണു എന്ന പേരുള്ള ഒരു പയ്യൻ ആത്മഹത്യ ചെയ്ത കാര്യം. ഇപ്പം ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ചയെക്കുറിച്ചുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ വിശദീകരണം ഇവിടെ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു ജന്മത്തിൻ്റെ തുടർച്ച, ജന്മജന്മാന്തരമായിട്ടുള്ള ഒരു ജന്മം എങ്ങനെയാണ് ഒരു ജീവൻ്റെ തുടർച്ച എന്നുള്ളത് ശ്രീരാമകൃഷ്ണദേവൻ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ ആത്മഹത്യ ഒരു മഹാപാപമാണെന്നും ശ്രീരാമകൃഷ്ണദേവൻ ഇതിന് കുറച്ചുകൂടെ കഴിഞ്ഞ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു 2 പാരഗ്രാഫ് കൂടെ കഴിയുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട് ആത്മഹത്യ മഹാപാപമാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ ഇവിടെ മാസ്റ്ററോട് പറയുന്നുണ്ട്, ഒരു ഭക്തൻ, അതായത് ഒരു ഭക്തൻ ചോദിക്കുന്നതായിട്ടാണ് ഇതിനകത്തെ ചോദ്യം. അതായത് മാസ്റ്റർ മഹാശയൻ തന്നെയാണ് ആ ചോദ്യം ശ്രീരാമകൃഷ്ണദേവനോട് ഈ സന്ദർഭത്തിൽ ചോദിക്കുന്നത്. ആത്മഹത്യ ചെയ്തെന്ന് കേട്ടു ഭയമാകുന്നു എന്ന് ഭയമാകുന്നു മാസ്റ്റർ മഹാശയൻ. അതായത് ആര്യദഹയിലെ ആ വിഷ്ണു എന്ന പയ്യൻ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയമാകുന്നു എന്ന് മാസ്റ്റർ മഹാശയൻ പറയുന്നുണ്ട് ഭഗവാനോട്. അപ്പോൾ എങ്കിലും എങ്ങനെയാണ് ഒരു ജീവൻ്റെ യാത്ര എന്ന ഭാഗവും ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ. ഒരു ജീവൻ എങ്ങനെയാണ് ഒരു ജീവൻ്റെ യാത്ര എന്ന് ഈ ഭാഗത്ത് ഈ ആര്യദഹയിലെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞതിന് തുടർന്ന് ഒരു ജീവൻ്റെ ആത്മഹത്യ, ഒരു ജീവൻ്റെ സഞ്ചാരം എങ്ങനെയാണെന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ജന്മം കൊണ്ട് അവസാനിക്കുന്നില്ല. പൂർവജന്മത്തിൻ്റെ ബാക്കിയുള്ളത് അടുത്ത ജന്മത്തിൽ തീർക്കണം. അതാണ് നമ്മുടെ ഒരു ജന്മം കൊണ്ട് തീരാത്തത്, അല്ലെങ്കിൽ ഒരു പൂർവ്വജന്മത്തിൽ തീരാത്തത് തൊട്ടടുത്ത ജന്മത്തിൽ തീർക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പം ജന്മജന്മാന്തരത്തിലെ സംഗതി നമ്മൾ മനുഷ്യർ ഒരിക്കലും ഓർമ്മിക്കാറില്ല. അത് മനുഷ്യന് കഴിയില്ല. ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് നമ്മുടെ ആ സഞ്ചാരം, ജന്മജന്മാന്തര സഞ്ചാരത്തെക്കുറിച്ച് മനുഷ്യനെ സംബന്ധിച്ച് അത് ഓർക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഈശ്വര ദർശനത്തിന് ശേഷം ശരീരം ത്യജിച്ചാൽ അത് ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഞാൻ പറയില്ല, അത് ഭഗവാൻ അടിവരയിട്ട് തന്നെയാണ് പറഞ്ഞത്. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് ശേഷമാണ് ഈ ശരീരം ത്യജിക്കുന്നതെങ്കിൽ അതിനെ ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള ഒരു എങ്ങനെ ജീവൻ ത്യജിക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള, അതായത് ഇതിവിടെ സംഭവിക്കുന്നത്, ഭഗവാൻ ഇത് പറയുന്നതിന് കാരണം ഈ വിജയകൃഷ്ണ ഗോസ്വാമി മുന്നിൽ വന്ന് ഇരിക്കുന്നതിൻ്റെ മാനസികാവസ്ഥയെ ശരിക്കും ബോധ്യപ്പെട്ടിട്ടാണ്. കാര്യം മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തിൽ അത്രമാത്രം കലുഷമായൊരു മാനസികാവസ്ഥയിൽ മുന്നിൽ നിൽക്കുന്ന വിജയകൃഷ്ണ ഗോസ്വാമി ഒരുപക്ഷെ ആത്മഹത്യയുടെ ചിന്തയിലാണ് എന്ന് ഭഗവാന് പൂർണ്ണമായിട്ടും മനസ്സിലായി.
മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലുള്ള പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ഈ ഭാഗം കോട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേക താല്പര്യം, മാസ്റ്റർ മഹാശയൻ ഈ വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ ഇതേ മാനസികാവസ്ഥയിൽ വന്ന് ഇതിനു മുമ്പിൽ നിന്ന ആളാണ്. അപ്പം സമാനമായൊരു സാഹചര്യം വന്നപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ ഈ ഒരു ഭാഗത്തെ കുറച്ചുകൂടെ നമുക്ക് വളരെ വ്യക്തമായ തരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഇത് നീക്കിവെച്ചത്. അപ്പോൾ ഭഗവാൻ അത് പറഞ്ഞത്, മൺമൂശയിൽ സ്വർണ്ണ പ്രതിമ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ മൂശ നിലനിർത്തിയാലും നശിപ്പിച്ചാലും ഒരുപോലെയുള്ളൂ. സ്വർണ്ണ പ്രതിമ വാർക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ അത് മൺമൂശ, ഒരു മണ്ണിൻ്റെ ഇത് മൂശ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സ്വർണത്തിൻ്റെ പ്രതിമ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന ആ മൺമൂശ നിലനിർത്തിയാലും അത് ഉടച്ചു കളഞ്ഞാലും ഒരുപോലെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അത് ഉപേക്ഷിക്കാവുന്നതാണ്. അതുപോലെയാണ് ഈ ശരീരം. ഈശ്വര സാക്ഷാത്കാരമാകുന്ന ആ സ്വർണ്ണ പ്രതിമയെ ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ശരീരമാകുന്ന ഈ മൺമൂശ നമുക്ക് ഉപേക്ഷിക്കാം. അതിനെ ആത്മഹത്യ എന്ന് പറയില്ല. അത് ആ അധ്യായത്തിൻ്റെ ഈ ആത്മഹത്യയെ സംബന്ധിക്കുന്ന സംഭാഷണമാണ് തുടർന്ന് വരുന്നത്. അതാണ് ഈ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ മാനസികാവസ്ഥയെ പതുക്കെ അനാവരണം ചെയ്തുകൊണ്ടുവരികയാണ്. മാസ്റ്റർ മഹാശയൻ തൻ്റെ ആ രചനാ കൗശലം കൊണ്ട് അത് അനാവരണം ചെയ്തു വരികയാണ്. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു ആത്മഹത്യയുടെ കാര്യം പറയുന്നു. അതായത് വരാഹ നഗരത്തിൽ നിന്ന് ഗോപാലസേനൻ എന്ന പയ്യൻ വരാറുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ പയ്യൻ ഭഗവാന്റെ കാൽ തൊട്ട് വന്നിച്ചിട്ട്, ഇങ്ങനെ സ്ഥിരം വരാറുള്ളൊരു പയ്യനാണ്. അയാൾ ഒരു ദിവസം വന്ന് കാൽ തൊട്ട് വന്നിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്തു. ഇതും ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലാണ് ഈ രണ്ട് തരം ആത്മഹത്യയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. അപ്പോൾ എന്നിട്ടാണ് വിജയകൃഷ്ണ ഗോസ്വാമിയുടെ ആ സംഭാഷണത്തിലേക്ക് വരുന്നത്. ഇപ്പം രംഗനാഥ സ്വാമി ഇതേ ഗീതാ ശ്ലോകത്തെ കുറേ കൂടി വിപുലപ്പെടുത്തി നമ്മളോട് പറയുന്നുണ്ട്. ഈ മാസ്റ്റർ മഹാശയൻ ഈ തുടക്കത്തിൽ കൊടുത്ത 20-ാം ശ്ലോകം, ഗീതയിലെ 2-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകത്തെ രംഗനാഥൻ സ്വാമി കുറെക്കൂടെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനയിൽ അദ്ദേഹം ഈ ഗീതാശ്ലോകത്തിൻ്റെ വിവരണം എഴുതിയപ്പോൾ അതിനകത്ത് അദ്ദേഹം കുറെക്കൂടെ ഈ ഭാഗത്തെ കുറെക്കൂടെ ഒന്ന് വിശദീകരിച്ച് തരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് സ്വാമി അത് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, വചനാമൃതത്തിൽ ഈ ഭാഗം, അതായത് ആത്മഹത്യാവാദത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് ഗീതയെക്കുറിച്ചുള്ള രംഗനാഥൻ സ്വാമിയുടെ വിശദീകരണം കൂടി ചേർത്ത് വെച്ച് നമ്മൾ വായിച്ചാൽ നമുക്കത് കൂടുതൽ പ്രചോദനം കിട്ടും. ഈ ഒരു ഭാഗത്തെ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ ഈ ഭാഗത്തെ രംഗനാഥൻ സ്വാമിയുടെ ആ ഇൻ്റർപ്രട്ടേഷനും കൂടെ ചേർത്ത് വെച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ രംഗനാഥൻ സ്വാമി പറയുന്നത് ഇതാണ്: മനുഷ്യൻ തന്നെ അറിയണം. മനുഷ്യൻ തന്നെ അറിയണം. ആദ്യം ഭൂമി, നക്ഷത്രം എന്നിവയെ പറ്റിയെല്ലാം നിനക്കറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. ഭൂമിയെക്കുറിച്ചറിയാം, നക്ഷത്രത്തെക്കുറിച്ചറിയാം, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാം ശാസ്ത്രീയമായ പഠനത്തിലൂടെ മനുഷ്യൻ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. എന്നാൽ നിന്നെപ്പറ്റി അറിയുന്നതാണ് മഹത്തായ ജ്ഞാനം. മനുഷ്യൻ അവനവനെ തന്നെ പഠിക്കുന്നതാണ് മഹത്തായ ജ്ഞാനം. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള അല്പത്തരങ്ങളും, അതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്, അല്പത്തരങ്ങളുടെ ഒരു വലിയ കൂടാരമാണ്, ഭണ്ഡാകാരമാണ്. ഈ അല്പത്തരങ്ങളെല്ലാം പോയി മറയും സ്വയം നമ്മൾ തിരിച്ചറിഞ്ഞാൽ. എല്ലാ മനുഷ്യരും ഈ ആത്മവിഷയത്തിൽ കുറച്ചൊരു ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. രംഗനാഥസ്വാമിയുടെ വിശദീകരണമാണിത്. എല്ലാ മനുഷ്യരും ഈ ആത്മവിഷയത്തിൽ കുറച്ചൊരു ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാമി പറയുന്നത്, 2 നൂറ്റാണ്ടുകളിലെ പുറംലോക ഗവേഷണത്തിന് ശേഷം, 2 നൂറ്റാണ്ടുകളായി, രംഗനാഥസ്വാമി ഇത് പറയുന്ന സന്ദർഭത്തിൽ ഉള്ള ആ സാഹചര്യത്തിൽ പറയുന്നതാണ്, 2 നൂറ്റാണ്ടുകളായി പുറം ലോക ഗവേഷണത്തിന് ശേഷം പിന്നോട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു നമ്മളെ. അതായത് മനുഷ്യൻ പിന്നോട്ട് മാറിയിരിക്കുന്നു, പിൻവലിഞ്ഞിരിക്കുന്നു. 2 നൂറ്റാണ്ടിൻ്റെ ഗവേഷണം കൊണ്ട് മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത്
പിന്നോട്ട് മാറിയിരിക്കുന്നു എന്നാണ് സ്വാമിജി രംഗനാഥ സ്വാമി പറയുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ മറന്നാണ് ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിച്ചത്. അതിൻ്റെ കാരണമായി പറയുന്ന അതാണ്. നമ്മൾ ഈ ലൗകിക മനുഷ്യൻ ഈ ലോകത്തെക്കുറിച്ച് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആ ലോകത്തെക്കുറിച്ചുള്ള ആ ഭൗതിക അവസ്ഥയെക്കുറിച്ച് പഠിച്ചത് നിങ്ങളെ തന്നെ മറന്നിട്ടാണ്. അതിനുശേഷം അന്വേഷണം അവസാനത്തിലേക്ക് തിരിയുന്നുണ്ട്. ഈ ഒരവസ്ഥയിൽ വന്നതിന് ശേഷം ഇപ്പോൾ അന്വേഷണം അവനവനിലേക്ക് തിരിയുകയാണ്. അവസാനം തിരിയുന്നത് അവനവനിലേക്ക് തന്നെ തിരിയുകയാണ്. ഞാൻ ലോകത്തെ കാണുന്നു, മനസ്സിലാക്കുന്നു, എന്നാലും ഇതിന് പിന്നിലെ തത്വം എന്താണ്? ആ ആത്മതത്വത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യ മനസ്സിൻ്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്ന് രംഗനാഥൻ സ്വാമി തൻ്റെ ആ ഗീതാ വിശദീകരണത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തിന് കുറ്റം ചെയ്യുന്നു? ഞാൻ എന്തിനാണ് കുറ്റം ചെയ്യുന്നത്? ഞാൻ എന്തിന് അല്പമായ കാര്യങ്ങൾ ചെയ്യുന്നു? ഇതൊന്നും മനുഷ്യന് സ്വയം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാണ് ഒരു കുറ്റം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ അല്പമായ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം, വിലപ്പെട്ട ജീവിതം ചെലവഴിക്കുന്നത്? കാരണം നാം നമ്മുടെ യഥാർത്ഥ പ്രകൃതിയെ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് ഈ ഗീതാ ശ്ലോകം വേദാന്തത്തിൻ്റെ മകുടം, കിരീടം അണിഞ്ഞ് ശോഭിച്ചു നിൽക്കുന്നത്. രംഗനാഥൻ സ്വാമി ഈ 20-ാം ശ്ലോകത്തെ കാണുന്നത് ഭഗവത്ഗീതയുടെ കിരീടമായിട്ടാണ്. ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ 20-ാമത്തെ ശ്ലോകം, 2-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകത്തെ രംഗനാഥൻ സ്വാമി പറയുന്നത് ഭഗവത്ഗീതയുടെ കിരീടം എന്നാണ് പറയുന്നത്. അത് ഈ മാസ്റ്റർ മഹാശയൻ എന്തുകൊണ്ടാണ് തൻ്റെ ആ അധ്യായത്തിൽ തുടക്കത്തിൽ ഈ ഒരു ശ്ലോകത്തെ പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് രംഗനാഥൻ സ്വാമി ഇതിനെ സൂചിപ്പിക്കുന്നത്. അതാണ് ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ടാണ് വിജയകൃഷ്ണ ഗോസ്വാമിയും ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ള തുടർന്നുള്ള സംഭാഷണം ആരംഭിക്കുന്നത്. നമ്മളതിലെ ഇതിനകത്ത് നമ്മുടെ ശാരദാനന്ദ സ്വാമികൾ ഇതിനെ കുറെ കൂടെ വിശദമായിട്ട് വിജയകൃഷ്ണ ഗോസ്വാമിയുടെ ഈ സാഹചര്യത്തെ ശാരദാനന്ദ സ്വാമികൾ ലീലാമൃതത്തിൽ കുറെ കൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. അതായത് വിജയകൃഷ്ണ ഗോസ്വാമിയെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് കേശവചന്ദ്രസേനന് ശേഷം വിജയകൃഷ്ണ ഗോസ്വാമിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പരിവർത്തനം അതായത് ബ്രഹ്മസമാജത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനം എങ്ങനെ സംഭവിക്കുന്നു? ഇതിന് പാരലായിട്ട് സംഭവിക്കുന്ന മറ്റൊരു ഭാഗം കൂടെ ഈ അധ്യായങ്ങൾക്ക് കൂടെ നമുക്ക് വായിക്കാൻ പറ്റും. അത് നരേന്ദ്രൻ്റെ സഞ്ചാരമാണ്. ഇതാണ് പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് വചനാമൃതത്തിൻ്റെ ആ ഫോക്കസ് പോയിന്റുകൾ പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഓരോ ഭാഗത്തും വരുന്നത്. ഇതിൻ്റെ ഒരു പാരലായിട്ട് നമുക്ക് നരേന്ദ്രൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഏതാണ്ട് സമാനമായ അവസ്ഥയിൽ അതും ഇതിനകത്ത് സൂചിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് വേർതിരിച്ച് കാണുമ്പോഴാണ്, അതായത് ആ ഭാഗങ്ങൾ മാത്രം മാറ്റിവെച്ച് പരിശോധിക്കുമ്പോഴാണ് മാസ്റ്റർ മഹാശയൻ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വചനാമൃതത്തിൻ്റെ കണ്ടൻറ്റിനെ അടുക്കി വെച്ചിരിക്കുന്നത്. അതാണ് ആ ഒരു അത്ര മനോഹരമാണ് അതിൻ്റെ നമ്മൾ ആ വായനക്കാരനെ ഓരോ ഘടനയിലൂടെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പം കേശവചന്ദ്രസേനൻ്റെ നമ്മൾ കണ്ട പോലെ ഇപ്പോൾ വിജയകൃഷ്ണ ഗോസ്വാമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി വിജയകൃഷ്ണ ഗോസ്വാമിയുടെ ചോദ്യങ്ങളും അതിനനുസരിച്ചുള്ള ഭഗവാന്റെ ഉത്തരങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ വിജയകൃഷ്ണ ഗോസ്വാമി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ബ്രഹ്മസമാജത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സംശയങ്ങൾ മുഴുവനും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിന് വരുമ്പോൾ പറയുന്നുണ്ട് കൂടെ കഴിക്കാനുള്ള മരുന്നും കൂടെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ സമ്പൂർണമായൊരു മോചനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടാണ് വിജയകൃഷ്ണ ഗോസ്വാമി ഈ ഭാഗത്ത് കടന്നു വരുന്നത്.
അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ ഈ ഭാഗത്ത് വിജയകൃഷ്ണ ഗോസ്വാമിയുടെ ആ സന്ദർഭത്തെ അവതരിപ്പിക്കുന്നത് ആ സമ്പൂർണമായും ഒരു മോചനത്തിന് വേണ്ടിയാണ്. നമുക്ക് ബ്രഹ്മസമാജത്തിൻ്റെ ഓരോരോ ഘടനയിൽ വരുന്ന മാറ്റത്തെ ആ മാറ്റം സൃഷ്ടിക്കാൻ ഭഗവാൻ എത്രമാത്രമാണ്, എത്ര മനോഹരമായിട്ടാണ് ആ വ്യക്തികളിലേക്ക് തൻ്റെ ആ ഈശ്വര ചൈതന്യത്തെ മെല്ലെ 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 കടത്തിവിടുന്നത്. അപ്പോൾ ഇത് മാസ്റ്റർ മഹാശയൻ സൂക്ഷ്മതയോടെയാണ് വചനാമൃതത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഓരോ വാക്കുകളും ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. അതായത് അതിൻ്റെ ഒരു എന്താ പറയുക, അതിനെ ഒരു വാക്ക് പോലും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ അധ്യായത്തിൽ തന്നെ ഈ പറയുന്ന വിജയകൃഷ്ണ ഗോസ്വാമിയായിട്ടുള്ള അധ്യായത്തിൽ തന്നെ തുടക്കത്തിൽ ഈ ആത്മഹത്യയെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം മാസ്റ്റർ മഹാശയനാണ് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അത് വിജയകൃഷ്ണ ഗോസ്വാമിയുടെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ആ സന്ദർഭത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാസ്റ്റർ മഹാശയനാണ് ഇതിനൊരു തുടക്കം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് പിന്നീട് വരുമ്പോഴേക്കും ഈ ഭഗവാൻ അതിൻ്റെ തുടർച്ചയായിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4 തരം ജീവനെക്കുറിച്ചുള്ള ആ ഭഗവാന്റെ ശരിക്ക് ശ്രീരാമകൃഷ്ണദേവൻ ആ ഭഗവാന്റെ ഗീതോപദേശം ആരംഭിക്കുന്നത് അധ്യായം 2 തുടങ്ങുമ്പോഴാണ്. അവിടെ വച്ച് ഭഗവാൻ ആരംഭിക്കുകയാണ്. നമ്മുടെ വിജയകൃഷ്ണ ഗോസ്വാമിയുടെ മുമ്പിലേക്ക് ഭഗവാൻ തൻ്റെ ആ ഉപദേശാമൃതത്തെ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ്. അവിടെയാണ് ആ 4 തരം മുമുക്ഷു ജീവനെക്കുറിച്ചും ബദ്ധജീവനെക്കുറിച്ച് മുക്തജീവനെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് പറഞ്ഞ് അത് ഓരോ ഭാഗങ്ങളായിട്ട്. അപ്പോൾ ഇതിലാണ് ഇതിൽ പിടിച്ചാണ് പിന്നെ വിജയൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് വചനാമൃതത്തിൽ അതുള്ളത് കൊണ്ട് നമ്മളത് ഇപ്പോഴത് പറഞ്ഞതിൻ്റെ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം അത് നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഭാഗം വായിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഓരോ ജീവൻ്റെയും മനോഭാവം എന്താണെന്നും എങ്ങനെ ഇരുന്നാലാണ് ഈ മുക്തിയിലേക്ക് എത്താൻ കഴിയുക എന്നുള്ള വിജയൻ്റെ വളരെ ഗഹനമായ ചോദ്യങ്ങളാണ് പിന്നീട് വരുന്നത്. ഓരോരോ ചോദ്യങ്ങൾക്കും ഭഗവാൻ അത് വളരെ വിശദമായിട്ട് അതിനോടുകൂടി കഥകൾ കൂടെ ചേർത്താണ് പറയുന്നത്. ഓരോരോ കഥയും ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഒരു 4-ാം അധ്യായം ആവുമ്പോഴേക്കും ഭഗവാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിജയനോട്. ആദ്യമൊക്കെ ഇവിടെ കൂടെ വരാറുണ്ടല്ലോ, ഇപ്പോഴെന്താ വരാത്തത് എന്ന്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള കുറേ മറുപടികൾ ഭഗവാൻ നൽകിയ ശേഷം, ഇത്രയും ഉപദേശങ്ങൾ നൽകിയ ശേഷം 4-ാം അധ്യായം ആയപ്പോഴാണ് ഭഗവാൻ വിജയനോട് ചോദിച്ചത്, നീ നേരത്തെ ഇങ്ങനെ നിരന്തരം വരാറുള്ള ആളല്ലേ, എന്നിട്ട് എന്താ ഇപ്പോൾ ഇങ്ങനെ വരാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വിജയൻ പറയുന്ന ഇതാണ്, എനിക്കിവിടെ വരാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ സമാജത്തിലെ ജോലി സ്വീകരിച്ചു പോയി. ഈ ചോദ്യത്തിനും ഈ ഉത്തരത്തിനും ഇടയിലാണ് വിജയൻ്റെ യഥാർത്ഥത്തിലുള്ള ആ അവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിൽ മാസ്റ്റർ മഹാശയൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിജയൻ ഇവിടെ അത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, വിജയൻ പറയുന്നത് എനിക്കിവിടെ വരാൻ സ്വാതന്ത്ര്യമില്ല, കാരണം ഞാൻ സമാജത്തിൻ്റെ ജോലി സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്നത് ആരാണ്? സമാജത്തിൽ നിന്ന് വന്ന 3-4 പേരൂടെ കേൾക്കുകയാണിത്. അതാ നമ്മൾ ഇത് വായിച്ചു വരുമ്പോൾ ചുറ്റും ഇരിക്കുന്നവരെ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സമാജത്തിൻ്റെ കൂടെയുള്ള 3-4 പേരെ കൂടെ ചേർത്തുകൊണ്ടാണ് വിജയൻ ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ സാന്നിധ്യത്തിലാണ് വിജയൻ പറഞ്ഞത്, എനിക്കിനി ഇവിടെ വരാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കൂടെ ഇവിടെ വരാൻ നിവൃത്തിയില്ല, കാരണം ഞാൻ അവിടുത്തെ ജോലി സ്വീകരിച്ചു പോയി. സ്വാഭാവികമായി ഈ കൂടെ ഇരിക്കുന്നവർ ഇത് ഡിസ്കസ് ചെയ്യും. ഇത് സമാജത്തിൽ ചെന്ന് ഇത് പറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് വിജയനറിയാം, അത് ഭഗവാനറിയാം. അപ്പോൾ എന്തായിരിക്കും അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്? വിജയനെ സംബന്ധിച്ച് വിജയൻ ഇവിടെ വന്നിരിക്കുന്നത് സമ്പൂർണ്ണമായും സമാജത്തിൽ നിന്ന് വിടാൻ വേണ്ടി തന്നെയാണ്. അതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കേശവചന്ദ്രസേനൻ്റെ ഇത് പൂർണ്ണമായി, അതായത് സമാജത്തിൻ്റെ ബ്രഹ്മസമാജത്തിൻ്റെ ഏറ്റവും വലിയ ആളുകൾ കഥ ഭഗവാനോടൊപ്പമായി. ഇപ്പോൾ ആ സാധാരണ ബ്രഹ്മസമാജത്തിൻ്റെ അവസ്ഥ കൂടെ ഈ നിലയ്ക്കാവാൻ പോവുകയാണ്. അതാണ് വിജയൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് കഴിഞ്ഞ് അത്
വിജയനോട് ഭഗവാൻ സുദീർഘമായിട്ട് ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതാണ് പൂർണ്ണമായിട്ടും ഈ ഒരു അധ്യായത്തിൽ ഈ വരുന്ന ഈ ഭാഗങ്ങളിലെല്ലാം പൂർണ്ണമായിട്ട് വരുന്നത് വിജയകൃഷ്ണ ഗോസ്വാമിയോടുള്ള നിരന്തരമുള്ള ആ സംഭാഷണമാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു അത് 6-7 അധ്യായം വരെ ഇത് നീണ്ടുപോകുന്നുണ്ട്. ഈ വളരെ സുദീർഘമാണ്. ഈ ഒരു അതായത് വിജയനെ സംബന്ധിച്ചുണ്ടാകുന്ന മുഴുവൻ സംശയങ്ങളും ഈ ഒരു ഭാഗം കൊണ്ട് പൂർണ്ണമായും തീർക്കാനായിട്ട് ഭഗവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് മാസ്റ്റർ മഹാശയൻ ഗീത ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഗീതയുടെ ഒരു പിൻബലത്തോടു കൂടിയാണ് ഈ ഭാഗങ്ങളെ മുഴുവനും ചെയ്യുന്നത്. വളരെ സുദീർഘമായൊരു അധ്യായം. അത് നമ്മളത് ഈ ഒരു അർത്ഥം വെച്ചുകൊണ്ട് നമ്മൾ ഈ അധ്യായത്തെ മനനം ചെയ്യുകയാണെങ്കിൽ സമ്പൂർണമായി ബ്രഹ്മസമാജത്തിൻ്റെ ഏകദേശം ഒരു സമ്പൂർണമായ പരിവർത്തനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ ദക്ഷിണേശ്വരത്ത് ഇരുന്നു കൊണ്ട് ഭഗവാൻ ഏകനായി എങ്ങനെയാണ് ഈ ഒരു ഭാരതത്തിൻ്റെ ഒരു മഹാസംഘടനയെ വളരെ നിഷ്പ്രയാസം ഒരു തരത്തിലുള്ള വലിയ വാഗ്വാദങ്ങളോ വലിയ വലിയ പ്രഭാഷണ ഘോഷാദികളോ ഒന്നും കൂടാതെ വളരെ സിമ്പിളായിട്ട് ആ ദക്ഷിണേശ്വരത്തെ ആ മുറിയിൽ ചമ്പരം പടിഞ്ഞിരുന്നു കൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ആ ബ്രഹ്മസമാജത്തിൻ്റെ ഓരോരോ ഭാഗമായിട്ട് അവരുടെ ആ ധാരണയെ തിരുത്തി സമ്പൂർണമായും ഭഗവാൻ ഇച്ഛിക്കുന്ന തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ഒരു വലിയ സമൂഹത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്ന ആ മഹാ അത്ഭുതം, അതാണ് മഹാ അത്ഭുതമായിട്ട് നമ്മൾ കാണേണ്ടത്. അതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന ഇതിന് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ഇനി നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ. അതെ അത് നമ്മളെ ഈ ഒരർത്ഥത്തിൽ വായിച്ചു നോക്കുമ്പോഴാണ് ഇത് അസാധ്യ. ഇതിൻ്റെ മറ്റൊരു വശം കൂടെ ഉണ്ട്. നമ്മൾ പല സമയത്ത് പറഞ്ഞതാണ്. നോക്കണം, ഇതൊരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഇന്ത്യയും കൂടെയാണിത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്കിരുന്നു കൊണ്ടാണ് ഈ വെറും ഒരു പൂജാരിയെ പോലെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇവരെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആളുകളാണ്. അവരെയാണ് ഈ നിഷ്പ്രയാസം ചമ്പരം പടിഞ്ഞിരുന്ന് ഇങ്ങനെ പതുക്കെ വലിച്ച് കിടുന്നത്. നിസാരന്മാരൊന്നുമല്ല ഈ വന്നിരിക്കുന്നത്. അത് ആലോചിക്കുമ്പോഴാണ് ഈ അത്ഭുതം. എന്താണ് ഈ മാജിക് എന്നുള്ളത് ഒരു പിടിയും കിട്ടില്ല സാധാരണ ബുദ്ധി ഉപയോഗിച്ചിട്ട്. അതാണ് ആ അവതാരത്തിൻ്റെ ഒരു വലിയ, ഇങ്ങനൊരു അവതാരം ഉണ്ടായിട്ടില്ലല്ലോ. അതെ ഭയങ്കരമായ അത്ഭുതം. ആ അത്ഭുതത്തെ മാസ്റ്റർ മഹാശയൻ വളരെ വ്യക്തമായി അതിൻ്റെ ഒട്ടും ചോർന്നു പോകാതെ നമുക്ക് തന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ അത്ഭുതം. അതാണ് മാസ്റ്റർ മഹാശയൻ അതിൻ്റെ ഒട്ടും ചോർന്നിട്ടില്ല. അതാണ് അതിനകത്തൊക്കെ. നാമം ജപിക്കാം. ഓം ശ്രീ ശാരദാദേവി നമഃ. സ്ഥാപകായ ച ധർമ്മസ്യ